ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ രാജീവ് ഫിലിം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബംഗാളി ഫിഷ് കറിയാണ് വിത്ത് ആലു. അപ്പൊ ബംഗാളി ഫിഷ് കറി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടുന്നത് ഇതുപോലെ ഒരു തോർത്താണ്. ആദ്യം ഈ തോർത്ത് തലയിൽ കൂടെ കെട്ടുക. ഇപ്പൊ ഏകദേശം ഒരു ലുക്കൊക്കെ വന്നിട്ടില്ലൊരു. ഇനി രണ്ടാമത് വേണ്ടുന്നതാണ് ഫിഷ്. അത് ഞാൻ എടുത്തിട്ട് ഫിഷ് നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മലയാളികളുടെ പ്രത്യേകം ശ്രദ്ധിക്ക്, ചട്ടി പാടില്ല. ഇതുപോലത്തെ വല്ല പാനും ഉണ്ടെങ്കിൽ കൊണ്ടുവരില്ല. ഇവിടെ ചട്ടി കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു. ഫിഷ് ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പൊ നമുക്ക് ആലു കണ്ടിട്ട് അത് പേടിക്കണ്ട. ഇത്ര മുഴുപ്പുള്ള ആലു എടുത്തില്ലെങ്കിൽ ഒരു ചെറുതുപോലെ ഇങ്ങനെ ഒരു ഗുമ്പിനൊക്കെ എടുത്തതേ ഉള്ളൂ. എനിക്കിട്ടല്ലേ. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയാം, വെള്ളം ഉണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. വെള്ളം വൈകിട്ടേ എണ്ണ ഒഴിക്കാവും. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പൊ അതാരും ചെയ്യാതിരിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ വേറെ പ്ലേറ്റ് ഒന്നും എടുക്കുന്നില്ല, എനിക്ക് കഴുകാനൊന്നും വയ്യ. അതുകൊണ്ട് ഇതിന്റെ സൈഡിലോട്ട് തന്നെ എടുക്കാം. നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ്. ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ല പേസ്റ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നോട്ട് പേസ്റ്റ്, ജസ്റ്റ് ക്രഷ്. ഈ കുക്കിംഗ് എങ്ങനെയും ചെയ്യാം, പക്ഷേ വീഡിയോ എടുത്തിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ, ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഞാനൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ മീൻകറി പെട്ടെന്ന് നമ്മുടെ സ്റ്റൈൽ ഉണ്ടാക്കുന്നതാ. ഇതിപ്പം ഇന്ന് തീരുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് തീർന്നാ കൊള്ളാം. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അവരുടെ വീഡിയോസ് ചെയ്യുന്നതല്ലാതെ അവരുടെ ഫുഡുകളൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കത് ട്രൈ ചെയ്യുകയും കൂടി വേണമല്ലോ. ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് ഞാൻ പോയി നോക്കിയിട്ട്. വാട്ടർ, പൊട്ടറ്റോയിലേക്ക് ഒന്ന് ഉപ്പ് പിടിച്ചോട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതവിടെ നിന്ന് വേവട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളിവിടെ ഇപ്പൊ പൊട്ടിയും കൊണ്ട് തെറിക്കോ? ഭയങ്കര പാടം കേട്ടോ ഈ പരിപാടി. മിക്കവാറും ഇതിൽ കൊണ്ട് നിർത്തുമായിരിക്കും. അപ്പൊ ഇനി ഒരു കാര്യമുണ്ട്, അതൊന്ന് വേവിട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു. വയണയില അപ്പം, കുമ്പിളപ്പം എന്ന് പറയും. എൻ്റെ മോൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നി. ഇത് ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഇപ്പൊ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതല്ലേ. ഫ്രിഡ്ജ് വെച്ചിരുന്ന, ഫ്രിഡ്ജ് മീൻസ് ഫ്രീസറിൽ കുറച്ച് നാൾ വെച്ചായിരിക്കും. ഞാനെന്തായാലും അങ്ങനെ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. പടക്കം പോലും നിൽക്കുന്നത്.
കായം കൂടി ഉണ്ട് അടിപൊളിയാ. ബിബി നീ കഴിച്ചു വന്നോ? അവനെ കാണിച്ചത് മക്കൾ എന്താ തിന്നുന്ന്? ബേബി ആള് കഴിക്കുന്നതിന്റെ ഭയങ്കര തരത്തില്ല. നീ വെക്കുവിടാ ഒരു ദിവസം. എന്നാലും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നില്ല അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മ. ഇല്ല മക്കളെ, ഇല്ല മക്കളെ. ഈ പുല്ല് വേഗത്തുമില്ല. ഇതിപ്പോഴെങ്ങാനും വേവോ എനിക്കറിയാൻ പറ്റും. ചോദിക്കും ഉള്ളക്കിഴങ്ങാനും വേണ്ടിയിട്ട് മനുഷ്യന്റെ സമയവും പോകും. ചെന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാനുള്ളതാ ടിക്ടോക്കിന് ഇടാന്. ഒരു പാട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ച് ചെയ്താ മതി. അണ്ണാ ഇപ്പൊ ആവുണ്ണേ. എത്ര നേരം കൂട്ടിട്ട് വെയിറ്റ് ചെയ്ത് അണ്ണേ ആലുണ്ണേ. നോക്കാം എന്തായാലും. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എന്താ വെള്ളവും കൂടിയൊക്കെ ഒഴിക്കണം. അതിനുമ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫിഷ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ എന്നും കൂടി നോക്കി. അപ്പം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിക്കാം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ഏകദേശ ഭാഗങ്ങളിലൊക്കെ ആയി. മീൻകറിയാണോ അതോ ആലുക്കറിയാണോ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഒരു മീനെ എടുത്തിട്ടുള്ളായിരുന്നു. പക്ഷെ വലിയൊരു ആലുവായി പോയി. അപ്പോൾ കൂടുതലും ആലുവായി പോയി. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ എന്റെ ബംഗാളി അണ്ണന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ആലു ഒക്കെ ഇടുന്ന സമയത്ത്, ആലു പിന്നെ ദാല് ഇതൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇഞ്ചി വെളുത്തുള്ളി മീൻസ് ജിഞ്ചർ ഗാർലിക് കൂടുതൽ ആഡ് ചെയ്യുക. പിന്നെ ഞങ്ങൾ മലയാളീസ് ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ മീൻകറിയിലൊക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മല്ലിയില ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഇടുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഒരു തണ്ട ഇടാവും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇടുക. പച്ചമുളക് കൂടി ശരി. നമ്മുടെ ഫിഷ് ആലു കറി റെഡിയായി. ഇപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാം കേട്ടോ. ഒരു മിനിറ്റ്, ഇതെന്ന് പറയുന്നത് അറിയാലോ, ടമറിൻഡ് ബംഗാളി കറി ഇതാണ് ആക്ച്വലി. പിന്നെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീൻ കറിയുടെ സെറ്റപ്പില് ഒരെണ്ണം ഇടാം അല്ലേ. അവരുടെ കറക്റ്റ് എത്തിക്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഷമം വന്നാൽ ഒന്നുകൂടെ കിടക്കട്ടെ. കറി ഞാനെല്ലാം ഒന്ന് ആക്കിയിട്ട് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കറി. കേട്ടോ, നമ്മുടെ ഒന്നും മീൻകറിയുടെ ടേസ്റ്റ് അല്ല. നമ്മൾ ഭയങ്കര പുളിയും അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ എന്റെ ബംഗ്ലാദേശുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദിസ് വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ഓൾ മൈ ബംഗ്ലാ ഫ്രണ്ട്സ്. ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ഫുഡ്. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഇതെല്ലാം തീർത്തിരിക്കണേ, മൊത്തം കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വേറെ നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.